ഹായ് ഹലോ ക്രാക്കോ ജൂനിയറിന്റെ ഫേസ് റിവീലിംഗ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശരത്, ഇത് നിങ്ങളുടെ എല്ലാം രാധ, പേര് സന്ധ്യ, എൻ്റെ സ്വന്തം ഭാര്യ. അപ്പോൾ നമ്മൾ ക്രാക്കോ ജൂനിയറിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫുൾ ക്രാഫ്റ്റ് ഐറ്റംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് കൊണ്ട് ചാനൽ തുടങ്ങി ഒരാഴ്ച കൊണ്ട് തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റി. അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. കാരണം ഇത് എൻ്റെ ആദ്യത്തെ ചാനലല്ല, ഇത് കൂടാതെ എനിക്ക് വേറൊരു ചാനലുണ്ട്, ക്രാക്കോ വ്ളോഗ്സ് എന്നാണ് അതിൻ്റെ ഇപ്പോഴത്തെ പേര്. അതിൻ്റെ ആദ്യത്തെ പേര് ക്രാക്കോ എന്നായിരുന്നു. അപ്പോൾ ഞാൻ ആ ചാനൽ തുടങ്ങി, അതിലാണ് നമ്മുടെ ക്രാഫ്റ്റ് വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അതിൻ്റെ ഓഡിയൻസ് എല്ലാം നമ്മൾ ഉദ്ദേശിച്ച പോലെ ക്രാഫ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസ് ആയിരുന്നില്ല. അത് നമ്മുടെ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോയിൽ നിന്നാണ് എനിക്കത് മനസ്സിലായത്. അവർ കാണുന്ന കണ്ടൻറ്റ് നോക്കിയപ്പോൾ വ്ളോഗ് റിലേറ്റഡ് കണ്ടൻറ്റാണ് അധികം അവർ കാണുന്നത്. അതുകൊണ്ട് ഞാൻ ആ ചാനലിൽ ക്രാഫ്റ്റ് പോസ്റ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്ത് പുതിയൊരു ചാനൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് ക്രാക്കോ ജൂനിയർ എന്ന് പേരിട്ട് ഇപ്പോൾ അതിലാണ് ക്രാഫ്റ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ രാധേനെ ഞാൻ ക്ഷണിക്കുകയാണ്. രാധ, മുഴിഞ്ഞാലും 2 വാക്ക് പറയുന്നത് എന്തെങ്കിലുമല്ല, രാധ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നതാണ്. നമ്മുടെ ക്രാക്കോ വ്ളോഗ്സിൽ നമ്മൾ നോർമലി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് വ്ളോഗിലായിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ വരുന്ന കാര്യങ്ങളാണ്. ലൈക്ക് കൃഷിയാണ് ഫുള്ളായിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കണേ. അമ്മയ്ക്ക് കൃഷി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അമ്മ ചെയ്യണ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ഫോളോ ചെയ്തിട്ട് അതാണ് കൂടുതലും നമ്മൾ ആ വ്ളോഗ്സിൽ പോസ്റ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ എന്താണ് ഡെയിലി റൂട്ടീൻ്റെ പാർട്ടായിട്ട് നമ്മൾ വാക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മുടെ പ്രകൃതി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ നമ്മൾ കൂടുതലായിട്ടും പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ ക്രാക്കോ നമ്മുടെ പുതിയ ചാനലിൻ്റെ പേര് ക്രാക്കോ ജൂനിയർ എന്ന് വരാൻ കാരണം നമ്മുടെ ഒരു ജൂനിയർ ഉടനെ തന്നെ ലാൻഡ് ചെയ്യുന്നതായിരിക്കും. ജൂനിയർ ലോഡിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ പുതിയ ചാനലിൽ ഞാൻ ക്രാക്കോ ജൂനിയർ എന്നുള്ളൊരു പേരിട്ടത്. എൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട്. ജോലിയും ഞങ്ങൾ 2 പേരും വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് നമ്മൾ ഒരു ഒഴിവ് സമയം കണ്ടെത്തി കുറച്ച് ക്രാഫ്റ്റ് റിലേറ്റഡ് സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. ആദ്യമേ ഞങ്ങളിത് പ്യുവർ ഹോബിയായിട്ട് വേണ്ടി മാത്രം ചെയ്തതാണ്. അപ്പോൾ ആക്ച്വലി ഞാൻ എന്തിനാണ് ഈ ഒരു ക്രാക്കോ എന്ന് പറഞ്ഞ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ക്രാക്കോയുടെ ആ ഒരു ഹിസ്റ്ററി പറയുന്ന ഒരു വീഡിയോ ക്രാക്കോ വ്ളോഗ്സിൽ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കൂടാതെ ഇപ്പോൾ ഈ ക്രാഫ്റ്റ് എല്ലാം നമ്മൾ പ്യുവർലി ഹോബി ബേസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ ചെയ്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് കാണുമ്പോഴും ലൈക്ക് കിട്ടുമ്പോഴൊക്കെ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ മോട്ടോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ക്രാക്കോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത് നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് ചാനലൊന്ന് മോണിറ്റൈസ് ചെയ്ത് കണ്ടാൽ കൊള്ളാവുന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി ഡെയിലി വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോയെന്ന് അറിയില്ല. കാരണം തിരക്കുകൾ ഞാൻ പറഞ്ഞു, ജോലി തിരക്കുണ്ട്, ഹോസ്പിറ്റൽ കേസുകളുണ്ട്. അതായത് നമ്മുടെ രാധ പ്രഗ്നൻ്റ് ആണ്. ഇപ്പോൾ രാധയുടെ വയറ്റിൽ ഒരു കണ്ണനോ രാധയോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഡെയിലി വീഡിയോസ് ചിലപ്പോൾ പോസ്റ്റ് ചെയ്യില്ല. എങ്കിലും നമ്മൾ ലോങ് വീഡിയോസ്, ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഈ ചാനലിൽ മാത്രമായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്ക്ലൂസീവ് ക്രാഫ്റ്റ് റിലേറ്റഡ് കണ്ടൻറ്റ് ഇതിൻ്റെ അത് മാത്രം വരുന്നതായിരിക്കും. പിന്നെ എൻ്റെ വോയിസ് നല്ലതാണെന്ന് കുറച്ച് പേര് കമൻറ്റ് ഇട്ടു. അതിന് ഒരുപാട് താങ്ക്സ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ആരും എൻ്റെ വോയിസ് നല്ല വോയിസാണെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല. അപ്പോൾ ഓൺ വോയിസിലായിരിക്കും ഇനി നമ്മൾ വീഡിയോ ചെയ്യുന്നത്. രാധയോടും നിങ്ങൾ ഓൺ വോയിസ് വീഡിയോ ചെയ്യാൻ പറയണം. കാരണം രാധയോട് 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ രാധ ചെയ്യില്ല എന്ന് പറഞ്ഞു. രാധയ്ക്ക് നാണമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ രാധയോട് ഓൺ വോയിസ് വീഡിയോ ചെയ്യാൻ പറയേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നിങ്ങളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നമ്മൾക്ക് സമയം കിട്ടണ പോലെ നമ്മൾ എന്തായാലും ചെയ്യാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ ആക്ച്വലി നമ്മൾ ഇപ്പോൾ ഇപ്പം നമ്മുടെ ക്രാക്കോ ജൂനിയർ പോലത്തെ ഒരു ക്രാഫ്റ്റ് ചാനൽ ഒരുപാടുണ്ട്. മലയാളത്തിൽ തന്നെ ഒരുപാടുണ്ട്, പിന്നെ വേറെ ലാംഗ്വേജസിൽ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മളൊരു യുണീക്കായിട്ടുള്ള ഒരു ഐറ്റത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 2 ചാനലുകൾ കൂടാതെ നമുക്ക് ഇൻസ്റ്റയിലും ഒരു പേജ് ഉണ്ട്. അതിൻ്റെ പേര് ക്രാക്കോ 2.0 എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റയിലും ഫോളോ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റയിൽ ആക്ച്വലി നമ്മൾ എല്ലാ ടൈപ്പ് കണ്ടൻറ്റും ഇടും. വ്ളോഗും അതിനകത്ത് ഉണ്ടാവും, ക്രാഫ്റ്റും അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ക്രാക്കോ 2.0 എന്ന് പറയുന്ന ഇൻസ്റ്റ പേജിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിലവിൽ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ നമ്മളൊരു യുണീക്കായിട്ടുള്ള ഒരു ഐറ്റം കണ്ടുപിടിക്കാം. കാരണം നമ്മളെല്ലാവരും ചെയ്യുന്ന പോലത്തെ കണ്ടൻറ്റാണ് ഇപ്പോൾ മോസ്റ്റ്ലി നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് അത്ര വ്യൂസ് കിട്ടാൻ ആൾക്കാരെ എൻഗേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ചാനൽ മോണിറ്റൈസ് ചെയ്താൽ കൊള്ളാമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. 1000 സബ്സ്ക്രൈബേഴ്സ് ഇത്ര പെട്ടെന്നായപ്പോൾ എനിക്കൊരു ആഗ്രഹം ചാനലൊന്ന് മോണിറ്റൈസ് ചെയ്ത് കാണണമെന്ന്.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു യൂണീക്ക് ആയിട്ടുള്ള കണ്ടന്റ് കണ്ടുപിടിച്ചിട്ട് അത് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മുടെ ഇൻസ്റ്റാ പേജ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമുക്ക് മില്യൺസ് വ്യൂസ് ഒക്കെ കിട്ടിയത് മിനിയേച്ചർ ഐറ്റംസ് ചെയ്തപ്പോഴാണ്, മിനിയേച്ചർ ഇൻസ്ട്രുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് നമുക്ക് അത്രയും വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ ആ മിനിയേച്ചർ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ മിനിയേച്ചർ ഐറ്റംസ് ചെയ്യുന്ന ഒരു സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എത്രമാത്രം പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന് അറിയില്ല ഈ തിരക്കുകൾക്കിടയിൽ, മാക്സിമം എന്നാലും ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്ര നാൾ നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.